കല്ലൂസ് PSC ലേണിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഭാഗം 1 6ാമത്തെ ചാപ്റ്ററാണ് നോക്കുന്നത്. ജനങ്ങൾ, ജനങ്ങളാൽ. ഒരു പ്രദേശത്തെ ഗ്രാമസഭയിൽ അല്ലെങ്കിൽ വാർഡ് സഭയിൽ ഉയർന്നു വരുന്ന പ്രധാന ചർച്ചകളും തീരുമാനങ്ങളുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ നേരിട്ട് പങ്കാളിത്തം ലഭിക്കുന്നു. ഇപ്രകാരം ജനങ്ങൾ നേരിട്ടോ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സംവിധാനമാണ് ജനാധിപത്യം. ജനങ്ങൾ നേരിട്ടോ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സംവിധാനമാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഗ്രാമപ്രദേശങ്ങളിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളായ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. ഗ്രാമപ്രദേശങ്ങളിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളായ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയവയും നഗരപ്രദേശങ്ങളിലെ ഭരണ സ്ഥാപനങ്ങളായ മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിവയും ഉൾക്കൊള്ളുന്നവയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. നഗരപ്രദേശങ്ങളിലെ ഭരണ സ്ഥാപനങ്ങളായ മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിവയും ഉൾക്കൊള്ളുന്നവയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഇവിടെ ജനാധിപത്യത്തെ പറ്റി എബ്രഹാം ലിങ്കൺ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. ഇവിടെ മഹാത്മാഗാന്ധി പറഞ്ഞിരിക്കുന്നത്, ജനാധിപത്യത്തെക്കുറിച്ച് എൻ്റെ സങ്കല്പം അതിനു കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യവുമായ അവസരം ഉണ്ടായിരിക്കണം എന്നതാണ്. ഒന്നും കൂടെ വായിക്കാം. ജനാധിപത്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം അതിനു കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യവുമായ അവസരം ഉണ്ടായിരിക്കണം എന്നതാണ്. മഹാത്മാഗാന്ധി. പുരാതന ഗ്രീസിലെ ഏതൻസിലാണ് ജനാധിപത്യത്തിൻ്റെ ആദ്യ രൂപം ഉദയം ചെയ്തത്. പുരാതന ഗ്രീസിലെ ഏതൻസിലാണ് ജനാധിപത്യത്തിൻ്റെ ആദ്യ രൂപം ഉദയം ചെയ്തത്. പൊതുകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചിരുന്നില്ലെങ്കിലും ജനാധിപത്യം എന്ന ആശയം സംഭാവന ചെയ്യുന്നതിൽ ഏതൻസ് പ്രധാന പങ്കു വഹിച്ചിട്ടുണ്ട്. ഇന്ന് നിലവിലുള്ള ജനാധിപത്യ രീതിയുടെ തുടക്കം യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ഭാഗമായ ഇംഗ്ലണ്ടിൽ നിന്നാണ്. തിരഞ്ഞെടുപ്പ്, ജനപ്രതിനിധികളുടെ ഭരണം, പാർലമെന്റ് എന്നീ സംവിധാനങ്ങൾ രൂപം കൊണ്ടത് ഇംഗ്ലണ്ടിലാണ്. പുരാതന ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ് ആണ് ഡെമോക്രസി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. പുരാതന ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ് ആണ് ഡെമോക്രസി അഥവാ ജനാധിപത്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ഡെമോസ് എന്നാൽ ജനങ്ങൾ, ക്രാറ്റോസ് എന്നാൽ അധികാരം എന്നീ ഗ്രീക്ക് പദങ്ങൾ ചേർന്നാണ് ഡെമോക്രസി അഥവാ ജനങ്ങളുടെ അധികാരം അഥവാ ഭരണം എന്ന വാക്ക് രൂപപ്പെട്ടത്. എന്താണ് ഗ്രാമസഭകൾ? ഒരു പ്രദേശത്തിൻ്റെ ഭരണവികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകുവാനും തീരുമാനങ്ങൾ എടുക്കുവാനും അവസരം ലഭിക്കുന്ന വേദികളാണ് ഗ്രാമസഭകൾ. ഒരു പ്രദേശത്തിൻ്റെ ഭരണവികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദികളാണ് ഗ്രാമസഭകൾ എന്ന് പറയുന്നത്. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയിൽ അംഗങ്ങളാണ്. നഗരങ്ങളിൽ ഇവ വാർഡ് സഭകൾ എന്ന് അറിയപ്പെടുന്നു. നഗരങ്ങളിൽ ഇവ വാർഡ് സഭകൾ എന്നാണ് അറിയപ്പെടുന്നത്. പങ്കാളിത്ത ജനാധിപത്യം അഥവാ പ്രത്യക്ഷ ജനാധിപത്യം. ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്ന ഭരണവ്യവസ്ഥയാണ് പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം. ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്ന ഭരണവ്യവസ്ഥയാണ് പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം.
താരതമ്യേന ജനസംഖ്യയും ഭൂവിസ്തൃതിയും കുറഞ്ഞ പ്രദേശങ്ങളിലാണ് പ്രത്യക്ഷ ജനാധിപത്യം സാധ്യമാകുന്നത്. താരതമ്യേന ജനസംഖ്യയും ഭൂവിസ്തൃതിയും കുറഞ്ഞ പ്രദേശങ്ങളിലാണ് പ്രത്യക്ഷ ജനാധിപത്യം സാധ്യമാകുന്നത്. കേരള നിയമസഭ. കേരള സംസ്ഥാനത്തിൻ്റെ നിയമനിർമ്മാണ സഭയാണ് കേരള നിയമസഭ. കേരള സംസ്ഥാനത്തിൻ്റെ നിയമനിർമ്മാണ സഭയാണ് കേരള നിയമസഭ. തിരുവനന്തപുരമാണ് നിയമസഭയുടെ ആസ്ഥാനം. നിയമസഭയുടെ ആസ്ഥാനം തിരുവനന്തപുരം. 1888 സ്ഥാപിച്ച തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ 1904 സ്ഥാപിതമായ ശ്രീമൂലം പ്രജാസഭ 1949 തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ എന്നിവ കേരള നിയമസഭയുടെ വഴികാട്ടികളാണ്. കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം 1957 ഏപ്രിൽ 27 ആയിരുന്നു. എല്ലാ വർഷവും ഏപ്രിൽ 27 നിയമസഭാ ദിനമായി ആചരിക്കുന്നു. ഒന്നും കൂടെ വായിക്കാം. കേരള സംസ്ഥാനത്തിൻ്റെ നിയമനിർമ്മാണ സഭയാണ് കേരള നിയമസഭ. തിരുവനന്തപുരമാണ് നിയമസഭയുടെ ആസ്ഥാനം. 1888 സ്ഥാപിതമായ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ 1904 സ്ഥാപിതമായ ശ്രീമൂലം പ്രജാസഭ 1949 തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ എന്നിവ കേരള നിയമസഭയുടെ വഴികാട്ടികളാണ്. കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം 1957 ഏപ്രിൽ 27 ആയിരുന്നു. എല്ലാ വർഷവും ഏപ്രിൽ 27 നിയമസഭാ ദിനമായി ആചരിക്കുന്നു. നമ്മൾ പ്രത്യക്ഷ ജനാധിപത്യം പഠിച്ചു. ഇനി നമുക്ക് പരോക്ഷ ജനാധിപത്യം അഥവാ പ്രാതിനിധ്യ ജനാധിപത്യം നോക്കാം. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ജനാധിപത്യ രീതിയാണ് പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് പറയുന്നത്. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ജനാധിപത്യ രീതിയാണ് പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം. ഇന്ത്യയെ പോലെ ജനസംഖ്യയും ഭൂവിസ്തൃതിയും കൂടിയ രാജ്യങ്ങളിൽ പ്രാതിനിധ്യ ജനാധിപത്യമാണ് പ്രായോഗികമായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിലുള്ളത് പ്രാതിനിധ്യ ജനാധിപത്യമാണ് അഥവാ പരോക്ഷ ജനാധിപത്യമാണ്. എന്നുവെച്ചാൽ നമ്മൾ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളാണ് ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്നത്. ഇവിടെ പ്രത്യക്ഷ ജനാധിപത്യം ജനസംഖ്യ കുറഞ്ഞ രാജ്യങ്ങളിൽ സാധ്യമാകുന്നു. അതുപോലെ പരോക്ഷ ജനാധിപത്യമാണെങ്കിലോ ജനസംഖ്യ കൂടിയ രാജ്യങ്ങളിൽ നിലനിൽക്കുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് ജനാധിപത്യം, അതിൻ്റെ സവിശേഷതകൾ. ഗവൺമെന്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുന്ന പ്രതിപക്ഷമാണ് ഉള്ളത്. ഗവൺമെന്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷം. സ്വതന്ത്രവും നീതിപൂർവമായ തിരഞ്ഞെടുപ്പ്. സ്വതന്ത്രവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പ്. അടുത്തത് ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമമായ അധികാരം ഉള്ളത്. നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ച. അടുത്തത് ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങൾ. അടുത്തത് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. ഇതെല്ലാമാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സവിശേഷതകൾ. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. യാതൊരു വിവേചനങ്ങളുമില്ലാതെ നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുവാനുള്ള അവകാശത്തെയാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത്. 1989 വരെ ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള പ്രായം 21 വയസ്സ് ആയിരുന്നു. 1989 വരെ ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള പ്രായം 21 വയസ്സ് ആയിരുന്നു. ഇപ്പോൾ അത് 18 വയസ്സാണ്. അടുത്തത് തിരഞ്ഞെടുപ്പ് വിവിധ ഘട്ടങ്ങൾ. ഇവിടെ സ്കൂൾ പാർലമെന്റ് മാതൃകാ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം കൊടുത്തിട്ടുണ്ട്. അതിൽ ഇവിടെ ഡേറ്റ് സമയം കൊടുത്തിരിക്കുന്നു. നമുക്ക് ഈ
ഇതിൻ്റെ വിവിധ ഘട്ടങ്ങളൊന്ന് നോക്കാം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി, നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള തീയതി, സ്ഥാനാർത്ഥികളുടെ അന്തിമ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന തീയതി, വോട്ടെടുപ്പ് തീയതി, വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും, സ്കൂൾ പാർലമെൻറ്റ് ആദ്യ യോഗം. തിരഞ്ഞെടുപ്പുകൾ എന്തിന്? ജനാധിപത്യ സമ്പ്രദായത്തിൽ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ് തിരഞ്ഞെടുപ്പ്. ജനാധിപത്യ സമ്പ്രദായത്തിൽ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ് തിരഞ്ഞെടുപ്പ്. ഇതിനു പുറമെ മറ്റു ചില ധർമ്മങ്ങളും തിരഞ്ഞെടുപ്പുകൾ നിർവഹിക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പിൻ്റെ ധർമ്മങ്ങൾ: ഗവൺമെൻറ് രൂപീകരിക്കുന്നു, എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുന്നു, ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നു, ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നു, വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു. തിരഞ്ഞെടുപ്പിൻ്റെ ധർമ്മങ്ങളാണ് ഗവൺമെൻറ് രൂപീകരിക്കുന്നത്, എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുന്നത്, ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നത്, ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നത്, വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നത്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും പാർലമെൻറ്റ്, സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്കും സ്വതന്ത്രവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പ് നടത്തുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതല. 3 അംഗങ്ങളുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെ എല്ലാവരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇവിടെ 3 അംഗങ്ങളുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെ എല്ലാവരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. കുട്ടികളുടെ അഭിപ്രായങ്ങളും താൽപ്പര്യങ്ങളും പരിഗണിക്കപ്പെടുന്നതിനോടൊപ്പം അവർക്ക് അവസര സമത്വവും തുല്യതയും ഉറപ്പുവരുത്തുമ്പോഴാണ് വിദ്യാലയങ്ങളിൽ ജനാധിപത്യം ഉറപ്പാക്കുന്നത്. കുട്ടികളുടെ അഭിപ്രായങ്ങളും താൽപ്പര്യങ്ങളും പരിഗണിക്കുന്നതിനോടൊപ്പം അവർക്ക് അവസര സമത്വവും തുല്യതയും ഉറപ്പുവരുത്തുമ്പോഴാണ് വിദ്യാലയങ്ങളിൽ ജനാധിപത്യം ഉറപ്പാക്കപ്പെടുന്നത്. ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നതിനുമപ്പുറം ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ജനാധിപത്യം പുലർത്തേണ്ടതുണ്ട്. ആഹാരം, വസ്ത്രം, തൊഴിൽ എന്നിവ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യവും അഭിപ്രായങ്ങൾ തുറന്നു പറയുവാൻ കഴിയുന്ന സാഹചര്യവും ജനാധിപത്യ സമൂഹത്തിൻ്റെ സവിശേഷതകളാണ്. കൂടാതെ തുല്യ പദവി, തുല്യ അവസരം, വിഭവങ്ങൾക്ക് മേലുള്ള തുല്യമായ അവകാശം എന്നീ സാഹചര്യങ്ങൾ കൂടി അനുഭവവേദ്യമാകുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണമാവുന്നത്. ഈ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അതുപോലെ 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഭാഗം 1 ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഭാഗം 2 ആണ്. അത് നമുക്ക് ഉടനെ തുടങ്ങാം. താങ്ക് യു.